നിയുക്ത ശബരിമല മേൽശാന്തി ചാലക്കുടി സ്വദേശി പ്രസാദ് ED തത്സമയം ചേരുന്നു. നമസ്കാരം ശ്രീ പ്രസാദ്. നമസ്കാരം. സന്തോഷം. ജെയ്സനാണ് സന്തോഷ വാർത്ത ആദ്യം അറിയിച്ചത്. ഇന്ന് നറുക്കെടുപ്പ് വളരെയധികം സന്തോഷം. നറുക്കെടുപ്പ് നടക്കുന്ന ദിവസം ഇത് മൂന്നാമത്തെ തവണയാണോ അപേക്ഷ നൽകുന്നത്? ഹലോ, നറുക്കെടുപ്പ് കേട്ടില്ല. മൂന്നാമത്തെ തവണയാണോ പട്ടികയിൽ ഉൾപ്പെടുന്നത്? മൂന്നാം തവണയാണ്. അതെ അതെ അതെ, മൂന്നാമത്തെ തവണ. ഓക്കെ, എനിക്കൊന്ന് മൂന്നാമത്തെ തവണയാണ്. തിരക്കിനിടയിലെ പൂജയുടെ ഇടയിലാണ് ഈ സന്തോഷ വാർത്ത വരുന്നത് അല്ലേ? അതെ അതെ അതെ. ഓൾറെഡി അമ്പലത്തില് സ്ത്രീകളുടെ ശബരിമല എന്ന് പറഞ്ഞ ഒരു അയ്യപ്പന്റെ അമ്പലത്തിലാണ് ഞാൻ പൂജ ചെയ്യുന്നത്. വളരെ തിരക്കുള്ള ഒരു ദിവസമാണ് ഇന്ന്. മലയാള മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച ചെയ്തുകൊണ്ട് വളരെയധികം തിരക്കുള്ള ഒരു ദിവസം കൂടിയാണ്. ഓക്കെ, ഇപ്പോ വീട്ടിലാരൊക്കെ ഉണ്ട്? വളരെയധികം സന്തോഷം തോന്നുന്നു. വീട്ടിലാരൊക്കെ ഉണ്ട് ശ്രീ പ്രസാദ്? വൈഫും 2 കുട്ടികളും. വൈഫും 2 കുട്ടികളും. മൂത്ത മകൻ +2 പഠിക്കുന്നു, രണ്ടാമത്തെ ആള് 6ാം ക്ലാസ്സിൽ. ഓക്കെ, ആദ്യത്തെ 2 തവണയും പട്ടികയിൽ വന്നപ്പോൾ പ്രതീക്ഷ ഉണ്ടായിരുന്നോ? കാത്തിരുന്നു അല്ലേ? നമുക്ക് പട്ടികയിൽ വരല് ഭഗവാന്റെ വിളി കിട്ടിയല്ലാണ്ട് നമുക്ക് പോരാൻ പറ്റില്ലല്ലോ. അതിൽ വളരെയധികം സന്തോഷം തോന്നി ഇപ്രാവശ്യം വിളിച്ചതിൽ. അതിവിടെ വന്നിരുന്ന ചാനലിൻ്റെ ആൾക്കാർ പറഞ്ഞത് 9ാമത്തെ തവണ എൻ്റെ പേരും അതുവരെ ആരും എടുത്തില്ല എന്നാ പറഞ്ഞത്. അതെ, അത്രയധികം സന്തോഷം തോന്നി. അതെ, ഈ 9ാമത്തെ പേരും മേൽശാന്തി ഒരുമിച്ച് വന്നാലേ അത് സാധ്യമാവുള്ളൂ. അതെ അതെ, ഞാൻ 9ാമത്തെ നമ്പറുമാണ് ഓൾറെഡി. 9ാമത്തെ നമ്പറാണ്. അതെ അതെ, രണ്ടും നിമിത്തമായി ചാനലാണ് ആദ്യം വിളിച്ചത്. അതെ അതെ. ഇനിയിപ്പോ സന്നിധാനത്തേക്ക് എന്നത്തേക്കായിരിക്കും പോവുക? ഇനിയിപ്പോ അറിയിപ്പുകൾ വന്നിട്ട് പോകും അല്ലേ? ദേവസ്വം ബോർഡിൽ നിന്ന് വിളി വന്നിരുന്നോ? ഇപ്പോ ഇല്ലല്ലോ. തിങ്കളാഴ്ച എന്തായാലും തിങ്കളാഴ്ച ചൊവ്വാഴ്ചയായിട്ട് ഞാൻ എന്തായാലും ദേവസ്വം ബോർഡിൻ്റെ അറിയിപ്പൊന്നും വന്നിട്ടില്ല. എന്തായാലും തിങ്കൾ ചൊവ്വയായിട്ട് ഞാൻ ശബരിമലയ്ക്ക് പോകുന്നുണ്ടാവും. ഓക്കെ, ഈ ഇപ്പൊ പൂജ ചെയ്യുന്ന ക്ഷേത്രം മറ്റൊരു തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച പോവാന്നാണ് വിചാരിക്കുന്നത്. ആറേശ്വരം ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. ഇപ്പോഴത്തെ വാർത്തകളൊക്കെ തിരുമേനിയെ എങ്ങനെയാ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? ഇല്ലില്ല, ഇപ്പോഴത്തെ ഒരു വാർത്തയും എന്നെ ആശങ്കപ്പെടുത്തുന്നില്ല. അത് അതിന്റെ വഴിക്ക് നടക്കും. നമ്മൾ നമ്മുടെ കാര്യങ്ങളായിട്ട് നടക്കുക, അത്രേ ഉള്ളൂ. ഇത്തരം വാർത്തകളെ ശബരിമല സത്യത്തിൽ കൂടുതൽ ആളുകൾ എത്തിക്കുന്നതാണ്. അപ്പൊ അതിൽ നിന്ന് ഫോട്ടോടിക്കാൻ ഇടയാക്കുമോ? അത് ഇപ്പൊ ഈ സ്വർണ്ണപ്പാളി വിഷയം. ഹലോ, അതായത് ഇപ്പൊ പ്രസാദം ഇപ്പോ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിന് സ്ത്രീകളുടെ ശബരിമലയോ അങ്ങനെ എന്തോ ഒരു പേരുണ്ടോ? അല്ലെ, സ്ത്രീകളുടെ ധർമ്മശാസ്ത്ര ക്ഷേത്രം. കൗതുകമായി മിനി ശബരിമല, സ്ത്രീകളുടെ ശബരിമല. അതെന്താ അതിന്റെ പ്രത്യേകത? ക്ഷേത്രത്തിന്റെ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താ? അത് ശബരിമലയുടെ ഒരു ചെറിയ രൂപമാണ്. ശബരിമല പോലെ തന്നെയാണ്. മലയുടെ മുകളിലാണ് അയ്യപ്പൻ. ദേശത്തെ ശാസ്താവായിട്ടാണ് സ്ഥിതി ചെയ്യണത്. ഓക്കെ, അതും കൗതുകമായി. എന്തായാലും വിവാദങ്ങളൊന്നും മണ്ഡലകാലത്തെ ബാധിക്കില്ല എന്നൊരു വിശ്വാസമുണ്ട് അല്ലേ? വിവാദങ്ങൾ മണ്ഡലകാലത്തെ ബാധിക്കില്ല എന്നാണ് അല്ലേ? എന്താ വെച്ചാൽ അതിന്റെ വഴിക്ക്, വിവാദങ്ങൾ വിവാദത്തിന്റെ വഴിക്ക് നടക്കും. നമ്മൾ അതിനെക്കുറിച്ച് ബോധറിയണില്ല. ശരി, ഞാൻ തടസ്സപ്പെടുത്തുന്നില്ല. നല്ല തിരക്കുള്ള ദിവസമല്ലേ, പൂജ നടക്കട്ടെ. ജെയ്സൺ അവിടെയുണ്ട്. താങ്ക് യു ശ്രീ പ്രസാദ് ED. അപ്പോൾ ഒരു നല്ല മണ്ഡലകാലം ആശംസിക്കുന്നു.